ഇന്നിപ്പോൾ മെഗാ സൂപ്പർ സ്റ്റാറൊക്കെ ആയിരിക്കുന്ന രജനീകാന്തിൻ്റെ അച്ഛനായി ഒരു സിനിമയിലല്ലേ? ശരി, രജനീകാന്തിൻ്റെ അച്ഛനായി. അവരൊക്കെ ആയിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ ബന്ധപ്പെടാറുണ്ടോ? എന്താണ്? ഇല്ല, കാണുമ്പോൾ ഉള്ള സ്നേഹമല്ല, അങ്ങനെ കയറി അങ്ങനെ ഒരു അത് അമിതാഭമായിട്ടുമില്ല. ശരി, അങ്ങനെ ബോംബെ പോകുമ്പോൾ കാണും, അല്ലെങ്കിൽ ആകപ്പാടെ അല്ലാതെ പോയി കണ്ടിട്ടുള്ള ഇയാൾ MP ആയിരിക്കുമ്പോൾ ഞാൻ ഡൽഹിയിൽ ഫെസ്റ്റിവലിന് പോയി ഇയാളവിടെ ഉണ്ടായിരുന്ന ഒരു ദിവസം പോയി കണ്ടതല്ലാതെ ഞാൻ കാണാൻ പോയിട്ടില്ല, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റും ഇല്ല. അവസാനം ഉണ്ടായിരുന്നത് ഈ നമ്മുടെ ലാലും മോഹൻലാലും ബച്ചനുമായിട്ടൊരു പടം ഉണ്ടായിരുന്നു ചേർന്നിട്ട് അവർ ഊട്ടിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ ലാലിങ്ങനെ ടെലിഫോൺ ചെയ്തിട്ട് അയാളെ ഫോൺ കൊടുത്തിട്ട് ഞങ്ങളൊന്ന് സംസാരിച്ചു. അത് കുറേ നാളായി കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നും കാണുന്നുണ്ട് തന്നെ ഈ TV-യിൽ, അതുകൊണ്ട് കണ്ടില്ല എന്നൊരു ബോധം എനിക്കില്ല. ഞാൻ ഇന്ന് നിങ്ങളെ കണ്ടു. ഏറ്റവും അടുത്ത സൗഹാർദ്ദങ്ങൾ അങ്ങേക്ക് പലരുമായും അവകാശപ്പെടാം, പക്ഷേ എങ്കിലും അങ്ങ് ഒന്ന് അകന്നു മാറി നിൽക്കുന്നു. മധുസാർ സ്നേഹസമ്പന്നനാണ്, അങ്ങേയറ്റം സൗഹാർദ്ദം സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷെ അടുക്കാൻ പലർക്കും അത്രയൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ പോലെ ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊരു പക്ഷേ ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയുടെ മാനേജേഴ്സ്, ലോബിയിങ്, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആലോചിക്കുമ്പോൾ ദേശീയ തലത്തിൽ മധുസാറിന് കിട്ടേണ്ടുന്ന പല ഉന്നതമായ അംഗീകാരങ്ങളും നിർണായകമായ ചില സാന്നിധ്യങ്ങളും മധുസാറിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചിലർ പറയുന്നത് ശരിയാകുമോ? എന്താണ് സാർ? ഞാൻ സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടില്ല. പിന്നെ ഇത് ഈ ആദരവുകളും മറ്റുമൊക്കെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങളുടെ രംഗത്തുള്ള ആർക്കാ കിട്ടിയത്? കുറേ പേർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടല്ലേ, അല്ലാതെ വേറെ ആർക്ക് എന്താ കിട്ടിയത്? അത് ഈ നമ്മുടെ നാടിൻ്റെ ഒരു കേരളം മൂലയിൽ കിടക്കുന്നവരല്ലേ അല്ലേ? അപ്പോൾ അതിൻ്റെ ആയിരിക്കും അവിടെ ഈ പറഞ്ഞ പോലെ ലോബിയിങ്ങോ അല്ലെങ്കിൽ അവിടെ ആൾക്കാരോ അതിന് പിന്നെ ഒന്ന് നമ്മൾ ജോലിയിൽ വർക്കിൽ താല്പര്യം കൂടുതൽ കാണിക്കുന്നു, ഇതിനുവേണ്ടി നടക്കാറില്ല മിക്കവാറുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് മാത്രമല്ല നോക്കേണ്ടത്, എന്നെക്കാൾ കൂടുതൽ എന്താ ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്നാണ്. ഒരു പക്ഷേ കുറേ പത്മശ്രീയൊക്കെ നേരത്തെ കുറേ പേർ കിട്ടിയിരിക്കാം, അത്രയല്ലേ ഉള്ളൂ, അല്ല എന്താ കിട്ടിയത്? മധുസാറിൻ്റെ ഒരു ഫിലിമോഗ്രാഫിയെക്കുറിച്ച് ചില സൂചനകൾ ഇവിടെ ഈ ഘട്ടത്തിലാവാമെന്ന് തോന്നുന്നു. നിണമണിഞ്ഞ കാൽപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു. അരനൂറ്റാണ്ടു കാലത്തിനിടയിൽ ഏതാണ്ട് 380-400ഓളം ചിത്രങ്ങൾ. സ്പിരിറ്റിൻ്റെയും പ്രഭുവിൻ്റെ മക്കളുടെയും കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 1970-ൽ സംവിധാന രംഗത്തേക്ക് കടന്നു പ്രിയ. അത് C. രാധാകൃഷ്ണൻ്റെ തേവിടിശ്ശി എന്ന നോവലിനെ ആധാരമാക്കി. അതിൽ ഒരു പ്രതിനായക രൂപത്തിലുള്ള ഒരു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാമുകാരിയായിട്ട് പോലും പറഞ്ഞതാണ്, ഇത് കയറി നിങ്ങളിപ്പോൾ യുവർ അപ്പ് ആൻഡ് കമ്മിങ് ആർട്ടിസ്റ്റ്, യു ഹാവ് എൻ ഇമേജ്, ആ പൊളിച്ചിട്ട് ഈ റോൾ എടുക്കരുത്, ഇൻഡസ്ട്രിയിൽ അത് പറ്റിയതല്ല. ഞാൻ പറഞ്ഞു അതിൽ എനിക്കിത് കീപ്പപ്പ് ചെയ്യാന്നുള്ളത്, അതല്ലാതായി തീരാൻ ആഗ്രഹം. ഐ വോണ്ട് ടു ആക്ട്, ഐ വോണ്ട് ടു ഡു ഡിഫറെൻറ്റ് റോൾസ് എന്നുകൊണ്ട് ധൈര്യമായിട്ട് പോയി ചെയ്തതാണ്. പിന്നെ 10-15ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അല്ലേ? 14 പടങ്ങൾ. 1986 വരെയുള്ള 16 വർഷത്തിനിടയിൽ മാത്രം 14 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ആദ്യമായി നിർമ്മിച്ചത് സതി അല്ലേ സാർ? 1986-ൽ ഉദയം. 9 വർഷത്തിന് ശേഷം 1995-ൽ ബാലചിത്രമായ മിനി. സാർ, ഈ നിർമ്മാണത്തിൽ വന്ന ഈ 9 കൊല്ലക്കാലത്തെ ഈ ഗ്യാപ്പിന് എന്തായിരുന്നു സാർ കാരണം? ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമല്ല, എന്നാലും പറയാം. ഞാനിതെല്ലാം കൂടെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഈ പുറത്തുള്ള അഭിനയം വലിയ അട്രാക്റ്റീവ് അല്ലാതെന്നൊരു ആകുന്ന റെപ്പറ്റീഷൻ ഡൂയിങ് ദ സെയിം റോൾ അഗൈൻ മാനസികമായിട്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തു പോയിട്ട് അഭിനയിക്കാൻ. അപ്പോൾ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് നല്ല കഥകൾ അതിൽ തിരഞ്ഞെടുത്തിട്ട് അവിടെ പടം എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ഈ സ്റ്റുഡിയോ തുടങ്ങിയതും ആരംഭിച്ചത്. അപ്പോൾ എവിടെയാണ് തുടങ്ങിയത്? അപ്പോൾ ആവശ്യമില്ലാതെ പൊളിറ്റീഷ്യൻസും എന്ന് പറയാൻ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും ക്ഷുദ്രജീവികളും കൂടെ ചേർന്നിട്ട് അതിനെ അടച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് മനസ്സൊന്നും മടിഞ്ഞു. പിന്നെ ആർക്ക് വേണ്ടി എടുക്കണമെന്ന് തോന്നി, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പടം എടുക്കാതിരിക്കുകയായിരുന്നു. പിന്നീട് വന്നത് മിനി എന്ന ബാലചിത്രം. അതെ, അത് ബാലചിത്രത്തിൽ ഈ ക്ഷുദ്രജീവികൾ ഉൾപ്പെടുന്നില്ല, പിള്ളേർക്ക് വേണ്ടിയല്ലേ എടുക്കണം. തീർച്ചയായിട്ടും സിനിമകളുടെ ബാഹുല്യം, ഒരേ തരത്തിലുള്ള വേഷങ്ങളുടേത് തന്നെയായ ആവർത്തനം, ഇത് മൗലികമായി ഒരു അഭിനേതാവിൻ്റെ ആത്മചോദനകൾക്ക് കുച്ചുവിലങ്ങിടങ്ങുന്നു. അതിൽ ഒരു അർത്ഥമില്ലായ്ക അനുഭവപ്പെടുന്നു. സാർ, ഇപ്പോഴും മലയാളത്തിൽ 100-ലേറെ പടങ്ങൾ നിർമ്മിച്ചു എന്നാണ് കാണുന്നത്. കൂടുതൽ പടങ്ങൾ യഥാർത്ഥത്തിൽ കലയെ സഹായിക്കുമോ അല്ലെങ്കിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമോ?
വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഇറങ്ങിയ പടങ്ങളിൽ വളരെ ഒരു ചെറിയ ശതമാനം പടങ്ങൾ മാത്രമേ സാമ്പത്തികമായിട്ട് വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകുന്ന കലയ്ക്ക് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു 100 പടം എടുക്കാൻ നേരത്ത് ഇതിൻ്റെ അത്ര അട്രാക്ഷൻ വന്നിട്ട് കൂടുതൽ പടങ്ങൾ എടുക്കാൻ ആളുകൾ ഇങ്ങോട്ട് വരുമല്ലോ. അത് തന്നെ ഒരു പ്രോത്സാഹനമല്ലേ, ആണല്ലോ. ഒരു സ്റ്റേജ് വന്നിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നിയുകൊണ്ട് സ്ക്രീനിൽ പോയി കാണുന്ന പടങ്ങളെല്ലാം ഒന്നുപോലെ ഇരുന്നൊരു ഇതുണ്ട്. ഈ പടം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് കഥ എന്താണെന്ന് ചോദിച്ചാൽ പറയാനില്ലാത്ത ഒരു സ്റ്റേജ് വന്നു. ഒന്നും പറയാനില്ല. ഒരു വർഷത്തെ ചില വർഷങ്ങൾ തന്നെ അങ്ങനെ പോയി. ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ആരോ ഒരുത്തനെ എന്തോ ചെയ്തു, മറ്റവൻ്റെ മക്കളോ എല്ലാം കൂടെ മറ്റവനെ എന്താ പറയുക പ്രതികാരം ചെയ്യുന്നു. ഇതല്ലാതെ എന്തായിരുന്നില്ല ഉണ്ടായിരുന്നേ. അപ്പോൾ കണ്ട് മടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ പടങ്ങൾ വന്നപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. ഒരു ഭയങ്കര എന്താണെന്ന് പറയാൻ വെറി കഴിഞ്ഞതിന് ശേഷം, ഒരു ഭയങ്കര സമ്മർ കഴിഞ്ഞതിന് ശേഷം മഴ പെയ്തിട്ട് ചെറിയ ഇതൊക്കെ പൊടിച്ചു വരുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖമാണ് ഞാൻ അനുഭവിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ പടങ്ങൾ കാണും. പ്രശസ്തങ്ങളായ ഒരു 10-40 കൃതികളുടെ ചലച്ചിത്ര രൂപങ്ങളിലെ പ്രധാന വേഷങ്ങൾ മധുസാറിലൂടെ ജനങ്ങളിലേക്ക്. അതൊരു വലിയ ഭാഗ്യമാണ് ഈ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിലെ നല്ല നോവൽസ് അന്ന് ഏറ്റവും നല്ല നോവലുകളിൽ സിനിമയായി കഴിഞ്ഞപ്പോൾ ഒരു 75% ക്യാരക്ടേഴ്സ് എൻ്റെ കയ്യിൽ വന്നു. അതൊരു പുണ്യമായിട്ട് ഞാനെന്നും കരുതുന്നു. അത് ആഗ്രഹിച്ചിരുന്നതാണ് എനിക്ക് കിട്ടി. ഇപ്പോൾ മോഹിക്കാൻ എൻ്റെ കയ്യിൽ മുമ്പ് ധാരാളം വായിക്കുന്നുണ്ട്, വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു സാധനം വന്ന് വീണില്ല. ഒരു ക്യാരക്ടർ, ഒരു കഥയോ സത്യത്തിൽ എൻ്റെ മുമ്പ് പെടാത്തതാണോ ഏലം പെട്ടിട്ടില്ല. ധാരാളം കഥകളുണ്ടെങ്കിൽ ഈ വേറെ ഒരു നമുക്ക് പേര് പറഞ്ഞ് ഓർക്കാൻ സാധിക്കുന്ന കഥാപാത്രം ഈ മോഡേൺ ലിറ്ററേച്ചറിൽ ഏതാ ഉള്ളത്? വളരെ അപൂർവം.